നമസ്കാരം. IPLന്റെ 18ാം സീസൺ പടിവാതിൽക്ക് എത്തി നിൽക്കുകയാണ്. അടുത്ത ശനിയാഴ്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടത്തിലൂടെയാണ് സീസണിന് കൊടിയേറുക. ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന രണ്ട് കിടിലൻ ക്യാപ്റ്റന്മാരാണ് ശ്രേയസ് അയ്യറും സഞ്ജു സാംസണും. ഡൽഹി ക്യാപ്റ്റൻസിയെ ഫൈനലിൽ എത്തിച്ച നായകനാണ് ശ്രേയസ്. കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ പഞ്ചാബ് കിങ്സിനൊപ്പം ആദ്യ സീസൺ ഒരുങ്ങുകയാണ് അദ്ദേഹം. എന്നാൽ സഞ്ജു ആകട്ടെ 2021 മുതൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ടീമിനെ റണ്ണറപ്പ് ആക്കിയതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. ശ്രേയസിന്റെയും സഞ്ജുവിന്റെയും ക്യാപ്റ്റൻസി പലപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഇവരിൽ ആരാണ് ക്യാപ്റ്റൻസിയിൽ കൂടുതൽ കേമൻ? ഇതേക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. IPLൽ കൂടുതൽ വലിയ വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആണെന്നത് ശരി തന്നെയാണ്. പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ മുമ്പാണ് സഞ്ജു സാംസൺ എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അടിസ്ഥാന പ്രകടന സൂചിക പ്രകാരം ശ്രേയസിന് ലഭിക്കുക 58.43 ആണെങ്കിൽ സഞ്ജുവിന് ഇത് 60.28 ആണെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഇനി സമ്മർദ്ദഘട്ടങ്ങളിലെ സൂചിക നോക്കിയാൽ അവിടെയും സഞ്ജുവാണ് ബെസ്റ്റ്. ശ്രേയസിന് ഇവിടെ 62.37 ആണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ റോയൽസ് നായകന് ലഭിച്ചത് 67.91 ആണ്. ഇനി ടേണിംഗ് പോയിന്റുകൾ, മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ എന്നിവ താരതമ്യം ചെയ്താലും സഞ്ജു സാംസൺ തന്നെയാണ് കിങ്. ഉയർന്ന സമ്മർദ്ദമുള്ള റൺ ചേസുകളിലെ സ്ട്രൈക്ക് റേറ്റ് എടുത്താൽ അവിടെ ശ്രേയസിന് 142.64 മാത്രമേ ഉള്ളൂ. പക്ഷേ സഞ്ജുവിന്റെ പ്രഹരശേഷി 165.47 ആണ്. ഇനി കളിയിലെ ഒരു നിർണായക സമയത്തിലെ പ്രകടനങ്ങളുടെ സൂചിക എടുത്താൽ അവിടെയും മുന്നില് സഞ്ജുവാണ്. ശ്രേയസിന് 64.53 ലഭിക്കുമ്പോൾ മലയാളി വിക്കറ്റ് കീപ്പർക്ക് ലഭിച്ചത് 70.84 ആണ്. ഇനി ജീവൻ മരണ പോരാട്ടങ്ങളിലെ സൂചിക എടുത്താൽ അവിടെയും ശ്രേയസിനെ സഞ്ജു പിന്നിലാക്കും. IPLൽ ഇരുവരും ബാറ്റിംഗ് സമീപനം എടുത്താൽ ബൗണ്ടറി ശതമാനത്തിൽ സഞ്ജു സാംസണ് 21.26% ലഭിക്കുമ്പോൾ ശ്രേയസ് അയ്യർക്ക് അവിടെ ലഭിക്കുന്നത് 14.95% മാത്രമാണ്. ഇനി സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ അവിടെ 146.72 സഞ്ജു മുന്നിലാണ്. ശ്രേയസ് ആവട്ടെ 136.82 ആണ്. ഡോട്ട് ബോൾ ശതമാനത്തിൽ പക്ഷേ കുറവ് ശ്രേയസിനാണ്, 32.63%. സഞ്ജുവിൻ്റെത് 39.67%. സ്ട്രൈക്ക് റൊട്ടേഷൻ എടുത്താൽ അവിടെയും ബെസ്റ്റ് ശ്രേയസ് ആണ്. 52.42% അദ്ദേഹത്തിനുള്ളത്. സഞ്ജുവിൻ്റെത് 39.07% മാത്രമേ ഉള്ളൂ. ഒരു IPL മത്സരത്തിന്റെ ഓരോ ഘട്ടത്തിലെയും ആധിപത്യം എടുത്താൽ മധ്യ ഓവറുകളിൽ ശ്രേയസ് അയ്യരുടെ സ്ട്രൈക്ക് റേറ്റ് 131.46 സഞ്ജു സാംസന്റേത് 138.25 പക്ഷേ ഇത് ഡെത്ത് ഓവറുകളിലേക്ക് വരുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. 162.83 സ്ട്രൈക്ക് റേറ്റോടെ ഡെത്ത് ഓവറുകളിലെ കിങ് ആണ് ക്യാപ്റ്റൻ സഞ്ജു. പക്ഷെ ശ്രേയസിന്റെ സ്ട്രൈക്ക് റേറ്റ് 149.27 മാത്രമേ ഉള്ളൂ.